ഹായ് ഗായ്സ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ, നമുക്ക് ഭയങ്കര സങ്കടം വന്നൊരു ദിവസമാണ് ഗായ്സ്. കാരണം എന്തുവാന്ന് വെച്ചാൽ, എന്റെ വണ്ടി ജസ്റ്റ് ഒന്ന് ഫ്യൂലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് പെട്രോൾ അടിച്ച് വണ്ടി പുറത്തിറക്കി. അപ്പൊ ഞാൻ എന്താ വിചാരിച്ച്, വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിങ്ങാണ്ട് ഇവിടുന്ന് ഞാനെന്ത് ഡ്രിഫ്റ്റ് ചെയ്തു മോനെ. എന്നിട്ട് വണ്ടി ഇതാ ഇവിടെ ചെക്കൻ കയറിക്കോട്ടെ കൈസ്. പക്ഷെ വണ്ടി ചക്കത്തും ഉണ്ടാവില്ല. ഇതുകൊണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റില്ലതാണ്. എന്താ പറയാ, ഇവിടുന്നാണ് ഞാൻ കയറി ഇതാ അതേപോലെ ഡ്രിഫ്റ്റ് ആയി. സംഭവം ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ജസ്റ്റ് ഒന്ന് മാസം ഇടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കയറിപ്പോയി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതെന്താ കൈസ്, ഇതാ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ആയിട്ട് ഇത്രയൊക്കെ പോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ഇതെന്താ കുറച്ചേ പോയിട്ടുള്ളൂ. പക്ഷെ വണ്ടി അവിടെ പോയി. വണ്ടി പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് വണ്ടി നിൽക്കില്ല. നമ്പർ ബോർഡൊക്കെ അവിടെ സ്പീക്കണം. നമ്പർ ബോർഡ് ഒന്നും വണ്ടിയില്ല. ഇനിയിപ്പോ നമ്പർ ബോർഡ് ഇനി ഒരാഴ്ച എടുക്കും. കാരണം നമ്മളൊക്കെയുള്ള നമ്പർ ബോർഡ് കുറച്ച് റയർ സാധനമാണ്. ഓ ഗൈസ് നമ്മുടെ വണ്ടി ജസ്റ്റ് ബോണസും ഈ സൈഡില് പിന്നെ ഭയങ്കര സങ്കടമായി പോയി. അത് നിൽക്കും പറഞ്ഞാലും വണ്ടി ആദ്യമായിട്ട് കണ്ടോളി. എന്നിട്ട് സർവീസ് കയറ്റിയിരുന്നു. പക്ഷെ വണ്ടി തട്ടിയിട്ടല്ലേ കയറ്റി. വണ്ടി ഞാന് ഒരു 10 കിലോമീറ്റർ കൂടിയ അപ്പം തന്നെ സർവീസ് കയറ്റും. പക്ഷെ വണ്ടി തട്ടിയിട്ടുണ്ടാവില്ല. ആദ്യം തട്ടിയിട്ട് സർവീസ് സെന്ററിലേക്ക് പോകണം. ഈ വണ്ടി എന്താ പറയാ, 10ന്റെ മേലൊക്കെ സ്പീഡ് പോണില്ല. ചോദിക്കണേ ഈ ഒരു സ്പീഡ് തന്നെ പോകും. സ്പീഡ് തന്നെ വണ്ടി ഇങ്ങനെ പോണ്. ഞാൻ കാര്യം പോട്ടെ, നമ്മളെ വണ്ടി എടുത്തിട്ട് ഒരു വർഷം ഇപ്പോഴും നമ്മള് 278 കിലോമീറ്റർ ഓടി. നമുക്ക് BMW എക്സ്ചേഞ്ച് ചെയ്താലോ ആലോചിക്കാൻ. ഏതെങ്കിലും VIP കണ്ടോ എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഈ BMWക്ക് ഭയങ്കര ഡിമാൻഡ് ആയിക്കാണ്. പോരാത്തിന് നമ്മളെ തൊപ്പീന്റെ ഇതും. ഈ വണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നോട് ചോദിക്കുന്നുണ്ട് വണ്ടി തരുമെന്ന്. ഞാൻ ജസ്റ്റ് പോലൊന്ന് കറങ്ങാൻ വെച്ചിട്ട് വണ്ടി എടുത്തേന്. ഇന്നത്തെ ഇഷ്യൂ ഉണ്ടായപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഈഗോടെ ഇൻസൾട്ടാണ്. അപ്പൊ നമുക്ക് ഒന്നും പറഞ്ഞ് അടുത്ത വരക്കാൻ പോവാ. പത്തങ്ങനെ വണ്ടി കാണിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് അല്ല പിന്നെ ഈഗോ ഇൻസൾട്ടായി നമ്മൾ ഒന്നും ചെയ്യും. അവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കഴിയും. ഈഗോണ്ട് ഇൻസൾട്ടായി നമ്മള് എന്തും നോക്കും. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത്, ഇവിടൊക്കെ ആൾക്കാരുണ്ടല്ലേ. ഞാൻ ഇവര് എന്താ പറയാ ഒറ്റ സ്ഥലത്ത് തന്നെ നോക്കും. ഇവിടെ എന്തോ ഒരു പെട്ടിന്റെ അടുത്താണ്. ഇത് ഞാൻ കണ്ടിരുന്നു. നമുക്ക് BMW വെച്ച് അങ്ങനെ ഉണ്ടാവും നോക്കാം.
ശരിക്കും പറഞ്ഞാൽ നമ്മള് ജസ്റ്റ് വെറുതെ വീഡിയോ തട്ടുന്നു. ഇന്നിപ്പോ ഒരു വീഡിയോ തന്നെ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ടായാൽ നമ്മള് ഇടക്ക് വെച്ചിട്ട് നിൽക്കാനാവും. ചെറിയ വീഡിയോ ആണ് പക്ഷെ നമ്മള് വലുതാക്കാൻ നോക്കും മാക്സിമം. ഇവിടെ ആണ് ആണ് പറയുന്നത്. ഇവിടെ എന്തെല്ലാം ആണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടെ അല്ല ഇവിടെ എങ്ങനെ ആയിട്ടാണ്, ഇവിടെ ആയിട്ടാണ്. ഇവിടെ ചെറിയ ബോക്സ് എന്താ ഇതിപ്പോ എന്താ ഇതെന്താണ്? ഞാൻ ഇതല്ലട്ടോ ഉദ്ദേശിച്ചത്. ഇതിന്റെ ആയിക്കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ട വേണ്ടപ്പോൾ തെറ്റിപ്പറിയല്ലോ, അതൊന്നും പിന്നെ വേണ്ട. നമുക്ക് ഇങ്ങനെ തട്ടവും ചെറിയൊരു പേടില്ല. ഓ ഗൈസ് വേവിടാം. നമുക്ക് എന്താ പറയാ 2-3 ഫോട്ടോഷൂട്ട് എടുക്കണം. അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകും. എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പോവല്ല. ഫോട്ടോഷൂട്ട് നല്ല സ്ഥലമാണ് നമ്മൾ നിർത്തും. നമ്മൾ സീനാണ്. പിന്നെ 50 ഈ ട്രാക്ക് പോണ്ട, മറ്റേ ട്രാക്ക് പോണം. മറ്റേ ട്രാക്ക് അവിടുന്ന് ഓപ്ഷൻ ഉണ്ടാവും വിചാരിച്ചത്. അപ്പൊ എന്താ പറയാ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ വീഡിയോ കട്ട് ചെയ്തപ്പോഴത്തേന് സ്ഥലത്താനേ നമ്മള് BMW 300 കയറ്റിട്ടാ നമ്മള് പോവുള്ളൂ. ഇതൊക്കെ ഇത്ര ഉള്ളൂ. 300 കയറ്റിട്ട് നമ്മളെന്ത് നോക്കും? 300 കയറ്റിട്ട് മതി ബാക്കിയുള്ള പരിപാടിയൊക്കെ മനസ്സിലാ. അപ്പൊ എന്താ ഇവിടെ അടുത്താണ് കേട്ടോ. ഇതൊക്കെത്തും. BMW ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് എത്ര വേറെ വണ്ടി കാണുന്നു. 1.5 ദിവസം എടുക്കും. ഈ BMW ഞാൻ സ്റ്റോക്ക് എഞ്ചിനല്ല സ്റ്റോക്ക് എഞ്ചിനല്ല നമ്മളിങ്ങനെ കുറച്ച് ഒരു പട്ടി ഷോപ്പ് ഇട്ടിട്ട് വണ്ടി എടുക്കാം. ചെറുതായിട്ടും തട്ടിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ക്രാഷൊന്നും പോകത്തില്ല. ക്രാഷ് അങ്ങനെ കരിഞ്ഞിട്ട് ഊപ്പണം. വണ്ടി സ്പീഡായി. അല്ലെ ഇവിടെ നിന്നാണ്ട വഴിക്കറിയില്ല. എന്റെ പോക്കണ്ടൊന്നും എനിക്ക് വയ്യ അറിയാൻ. നേരെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് നേരെ വിടാം. വണ്ടിയുടെ തീർന്നു മാറി കിട്ടണിയ ഈ വണ്ടി ഇട്ട് കൊടുക്കൂടെ പ്രശ്നമാണ്. നാനൊക്കെ വെക്കുമ്പോത്തിന് അപ്പോത്തിന് മുന്നിലൊരു സാധനം ഉണ്ടാവും. വണ്ടി കൊടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളൊക്കെ പക്കെടുത്തില്ലെങ്കിലേ ഇതിന്റെ മേലെ ഉണ്ടാവും. ഞാനല്ല നമ്മളെ BMW ചെറുക്കൻ മലബാർ. കാര്യം ചെയ്യാം, നമുക്ക് മലബാറിന്റെ ബാറ്റിൽ എഴുതിയാലോ ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കാർ സ്റ്റൈലിന്റെ കണ്ടു പോവാം. ആരുണ്ടാവും എന്നാലും പോവാം. അധികം ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ഞാൻ ഈ വണ്ടി ₹1 കൊടുക്കും. ₹1 ₹30 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചുറ്റിപ്പറിയാം. ജസ്റ്റ് ഇങ്ങനെ കേറിയിട്ടൊന്നിങ്ങനെ ഒടിച്ചിട്ട് ഒന്നിങ്ങനെ കേറി വെക്കാം. നമുക്കൊന്ന് വണ്ടി റിവീൽ ചെയ്യണമായിരുന്നു, അഭിനയിച്ചാലോ?
എന്ത് പറയണേ? നമ്മള് സ്റ്റിക്കർ ഇട്ടതിന് ശേഷം നമ്മള് അങ്ങനെ റിവീലൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് റിവീലിംഗ് ഒന്നും നടത്താം. പണ്ടാറ് ഈ ഡോർ തുറക്കണം. നമ്മുടെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടൊന്ന് നല്ലപോലെ ഇടാം. നിങ്ങളെല്ലാവരും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ടാ വണ്ടി. ഞാനും സൗണ്ട് ഉണ്ടാക്കാം. സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ മറക്കല്ലേ. അടക്കട്ടോ. പണ്ടാറോ നമ്മള് വീണ്ടും ചേർത്ത് നമ്മൾ റിവീലിംഗ് നടത്തി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. വണ്ടി പൊട്ടന്നെ പൊട്ടന്നെ കണ്ട പൊട്ടണു. എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്താ കണ്ട കൈ ഇങ്ങനെയാണ് പോണ്. ഒറ്റ കൈയായിട്ട് ഡ്രൈവ് ചെയ്യണം. ഭയങ്കര ഇഷ്ടമായി. എന്റെ ആഗ്രഹം ഇനി ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവും തോന്നുന്നു. വെള്ളച്ചാട്ടം ഉണ്ട്. നമുക്ക് വെള്ളച്ചാട്ടം നിർത്തണം. ആവശ്യമുണ്ടാവും വെള്ളച്ചാട്ടം നിർത്തണം. നമുക്ക് ഇനി അടുത്ത ലൈവ് വേണ്ടല്ലേ? എന്താ പറയുക, കമന്റ് കേട്ടോ. ലൈവ് വേണേ നമുക്ക് നിർത്താലേ അവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്കിങ്. ഞാനീ 2-3 ഫോട്ടോ എടുക്കാം. നമ്മള് വെള്ളച്ചാട്ടത്തിന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ വണ്ടിയിലെടുത്ത് നിങ്ങാണ്ട് ഇങ്ങനെ കാണാൻ എന്താ രസം. ബാക്കി രസം ബാക്കി നാളെ നാട്ടില്ല. കളി എനിക്ക് മക്കളെ കളി തുടങ്ങണല്ലോ. ജസ്റ്റ് ഇപ്പോ നമുക്ക് വണ്ടി ഒന്നിങ്ങനെ ഈ വണ്ടി തട്ടിക്കണ കാര്യം തന്നെ ഇഷ്ടമല്ല. ഞാൻ എന്റെ വണ്ടി ആർക്കും തൊടാൻ കൊടുക്കൂല. എന്താന്നറിയില്ല. എന്റെ എല്ലാ വണ്ടി കൊടുക്കുക. BMW മാത്രം കൊടുക്കൂല. മുത്താൻ പ്രോ ഡ്രൈവറാണ്. ഉറപ്പാണ്. പ്രോ ഡ്രൈവറാണ്. നമ്മളിവിടെ ജസ്റ്റ് ഒരു നല്ലൊരു ഇത് കണ്ട് നമ്മള് വൈൻഡപ്പ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ. ഞാൻ വണ്ടിന്റെ അടുത്ത് നിന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ബാക്കി നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാവും. ഇനി വീഡിയോ ലൈവ് വേണ്ടവർ കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യാം. അപ്പൊ ബാക്കി നാളെ